വരുൺ നല്ല ഫീലിങ്ങോട് കൂടി പാടി. താങ്ക് യു. പാടിയിൽ പല സ്ഥലങ്ങളിലും ശ്രുതിയാണ്, വേറൊന്നുമല്ല. ആ ഫീല്, അതുപോലെ തന്നെ ബാക്കിയുള്ള അക്ഷരസ്ഫുടത, ശബ്ദം എല്ലാം കൊള്ളാം. പക്ഷെ ഈ ശ്രുതി അങ്ങനെ പോകുമ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ, ഇത് ഒന്നാമത്തെ കാര്യം ഇതിങ്ങനെ ലയിച്ച് കിടക്കുന്ന പാട്ടാണ്. അപ്പം അതിനകത്ത് പൂനുള്ളി എന്നുള്ള ഒരു പാട്ടുണ്ട് പല്ലവിയില്. പൂജിപ്പൂ നീ പൂക്കാലം, ഈ പോയിന്റ്സ്. പിന്നെ അനുപല്ലവിയിൽ പൊന്നുരുകും പാട്ടിലെ ആധാരം നീയെ, അതിൻ്റെ ശ്രുതി. പിന്നെ തുണ്ടുപല്ലവി വളരെ നന്നായിട്ട് പാടി, വളരെ മനോഹരമായിട്ട് പാടി. പക്ഷെ ആ എൻഡിങ് ഉണ്ടല്ലോ, കണ്ണീരായി താനേ എന്നുള്ള ആ എൻഡിങ് ഒഴിച്ചു കഴിഞ്ഞാൽ വളരെ നന്നായിരുന്നു. ഒന്നുകൂടെ മനസ്സിരുത്തി പല്ലവി എന്ന് പാടാവും. സ്നേഹത്തിൻ പൂഞ്ചോല തീരത്തിൽ പൂഞ്ചോല, സ്നേഹത്തിൻ പൂഞ്ചോല തീരത്തിൽ. ഞാൻ പാടുന്നതിനകത്ത് വ്യത്യാസമുണ്ടോ? സ്നേഹത്തിൻ പൂഞ്ചോല തീരത്തിൽ നാം എത്തും നേരം, നേരം നേരം, ഈ നേരം, നേരം, നേരം. ട്രൈ ഹാർഡ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ശ്വേത. ശരത് സർ, വരുണ് പാടിയിട്ട് എന്ന് തോന്നുന്നു? ഇഷ്ടമായോ പാടിയത്? എനിക്കിഷ്ടമായി. ഇഷ്ടമായി. എനിക്ക് നല്ല ഫീൽ. ഞാൻ ഏത് പാട്ട് എടുത്താലും ഞാൻ ഫീലാണ് നോക്കാറുള്ളത്. ഒരു പാട്ട് പാടുമ്പോൾ എനിക്ക് മെയിനായിട്ട് അതിൻ്റെ ഫീൽ വേണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ശരി, അതുകൊണ്ട് പാടാൻ പറ്റിയെന്ന് തോന്നുന്നു. പിന്നെ രണ്ടാമത് പാടിക്കുമ്പോൾ ഒരു കോമൺ മാൻ ഉള്ള ഒരു ഇതാണ്. രണ്ടാമത് പാടിക്കുമ്പോൾ ഉള്ളൊരു ടെൻഷൻ്റെ പുറത്ത് ചിലപ്പോൾ തെറ്റിപ്പോയെന്നിരിക്കാം. പക്ഷെ എനിക്ക് പാടിയപ്പോൾ വലിയ തിരക്കേടില്ലാതെ എനിക്ക് ആ ഫീൽ കിട്ടി, നല്ലപോലെ പാടാൻ പറ്റിയായിരുന്നു എന്ന് തോന്നുന്നു. വരുൺ പാട്ടിൻ്റെ വികാരം ഉൾക്കൊണ്ട് പാടി. പക്ഷെ എങ്കിലും അതിൻ്റെ ടെക്നിക്കലായിട്ട് നോക്കുമ്പോൾ വരുൺ ഇത് കേൾക്കണം. കേൾക്കുമ്പോൾ ഇപ്പോൾ എഴുതി വെച്ചത് വായിക്കണ്ട. ഇപ്പോൾ ഈ ഫ്ലാറ്റ്സ്, ഈ ശ്രുതിയുടെ പ്രോബ്ലം. പിന്നെ പനീരും തേനും ഒന്ന് പാടിക്കേ. പന്നീരും തേനും, അത് ആ തേനൊരു ക്ലാരിറ്റി ഇല്ലല്ലോ. പന്നീരും തേനും, പന്നീരും തേനും. തേനും മാത്രം പാടിയാൽ മതി. തേനും, അതാണ് എൻ്റെ വരുണ് പറഞ്ഞ് മനസ്സിലായോ? നീ ഒരു സിമ്പിൾ സംഭവമാണ്. ഇതൊക്കെയാണ് വരുൺ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. ബാക്കി നല്ല ശബ്ദമാണ്. വരുൺ ആ ഫീലിംഗ് എല്ലാം ഉണ്ടായിരുന്നു. ഈ പറഞ്ഞതൊക്കെ ശരിയാണ്. വരുൺ ഇത് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ കേൾക്കണം കേട്ടോ. താങ്ക് യു ശരത് സർ. ദീപി, I love your voice. You have a wonderful voice. And unga stage presence romba nalla irukku. Romba pleasant. And sometimes it's very important yarana ene paakkradhukku sariya irukano. And you have all the expressions and to really the stage is yours actually. Ninga vandu channel in the beginning what you want to do is really become a good singer. அதில் வந்து ஐ வில் மேக் அ கிளாரிஃபிகேஷன். இத்தனை நாளாக நான் பாடின்னு இருக்கேன்னு ஐ ஹவ் நெவர் காட் அ சிங்கிள் அவார்ட். நெவர். இத்தனை வருஷமா எல்லார் கூடயும் நான் ஐ ஹவ் பீன் ஃப்ரெண்ட்ஸ் எக்ஸப்ட் ஃபார் மை மியூசிஷியன் ஃப்ரெண்ட்ஸ். எல்லாரும் சொல்லுவா, ஆல் மை மியூசிஷியன் ஃப்ரெண்ட்ஸ் எப்பவுமே சொல்லுவா, தீதி மாதிரி பவர் இல்லை, மைக் கண்ட்ரோல் இது. they'll all say it. Very few artists will tell me that I'm a good singer. Very few. But I'm not unhappy and I am not frustrated. Karanam, I have never said that I'm a good singer or a fantastic singer. But what I can do on the stage, nobody else can do. you bet. That is God's blessings. It's not because of me. It is because of my audience and because of Appa Amma.